ഓർഗാനിക്കിൽ നമുക്ക് ഈ സെമസ്റ്റർ 6-ലെ ഓർഗാനിക്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് CH1642 ആണ്. ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ S6 ഓർഗാനിക് കെമിസ്ട്രി 3യുടെ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ അതനുസരിച്ച് ടോപ്പിക്സൊക്കെ പ്രിപ്പയർ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോകാം. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. ഇത് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ മോണോമേഴ്സാണ്. പിന്നെ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് പെപ്റ്റൈഡ് ലിങ്കേജ് വഴി കമ്പൈൻ ചെയ്ത് ഡൈപെപ്റ്റൈഡ് ആകും. ഡൈപെപ്റ്റൈഡ് പിന്നെ മൾട്ടിപ്പിൾസ് ആകും, അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് ആകും. പിന്നെ പോളിപെപ്റ്റൈഡ്സ് പ്രോട്ടീൻ ചെയിനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോളിപെപ്റ്റൈഡ്സിൻ്റെതും ആ പെപ്റ്റൈഡ് ലിങ്കേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, CONH ലിങ്കേജ്. അമിനോ ആസിഡ്സിൽ അമിനോ ഗ്രൂപ്പും COOH ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട്, സ്വിറ്റർ അയോൺ. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, സ്വിറ്റർ അയോൺ. അതുപോലെ തന്നെ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ, ഈ രണ്ടും വേണമെങ്കിൽ ചോദിച്ചേക്കാം 2 മാർക്സിലോ 1 മാർക്കിലോ ഒക്കെ. സ്വിറ്റർ അയോൺ ആൻഡ് ഐസോ ഇലക്ട്രിക് പോയിൻ്റ്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ ഫോമിൽ എഴുതുക. അതിൻ്റെ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് COOH COO- ആയിട്ട് മാറും. NH2 എന്ന് പറയുന്നത് NH3+ ആയിട്ട് മാറും. അപ്പോൾ ഒരേ മോളിക്യൂളിൻ്റെ രണ്ട് എൻഡിലും പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വന്നിട്ട് ഒരേ മോളിക്യൂളിൽ തന്നെ ഈ രണ്ട് പോളാരിറ്റി വരുന്നതാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. അത് വരച്ച് എഴുതി വയ്ക്കുക. ഐസോ ഇലക്ട്രിക് പോയിൻറ്റും എഴുതുക, ആ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദെൻ അങ്ങനെ ക്ലാസിഫിക്കേഷൻ, അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, അത് നോക്കുക. 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനകത്ത് എസെൻഷ്യൽ ഏതാണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ഗ്ലൈസിൻ, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. പിന്നെ അതുപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്, ഹിസ്റ്റഡീനൊക്കെ. അപ്പോൾ അങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ള അമിനോ ആസിഡ്സിനെയും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. 1 മാർക്ക് ക്വസ്റ്റിനകത്തൊക്കെ അതായിരിക്കും ചോദിക്കുന്നത്. ഇതിനകത്ത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റലോപോർഫൈറിൻസിനകത്ത് ഈ സെൻട്രൽ അയൺ ആയിട്ട് പോർഫൈറിൻ റിങ്ങിൻ്റെ അകത്തിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന അയണിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആ പ്രോട്ടീൻ ചെയിനിലുള്ള ഹിസ്റ്റഡീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ നൈട്രജനാണ് ഒരു 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഹിസ്റ്റഡീനെ കുറിച്ച് പറയാം. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ആ പോർഫൈറിനിലൊക്കെ വരുന്ന പോർഫൈറിൻസിനകത്ത് വരുന്ന അമിനോ ആസിഡ് ആയതുകൊണ്ട് അതൊക്കെ ഈ സ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ദെൻ സിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് പറയുന്ന റിയാക്ഷൻസ്. സ്ട്രക്കർ സിന്തസിസ്, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, എർലൻ മേയർ അസ്ലാക്ടോൺ സിന്തസിസ്. അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ചാർട്ട് തയ്യാറാക്കിയതിനകത്ത് ഇതുണ്ട്. അതിനകത്ത് ഏത് കോമ്പൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്, അതുപോലെ റിയേജൻ്റ് ഏതാണ്, കണ്ടീഷൻസ് ഏതാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ ഞാൻ ഇക്വേഷനും കൂടെ അവിടെ നേരത്തെ പറഞ്ഞ ചാർട്ടിൽ ഇക്വേഷനും കൂടെ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ദെൻ പെപ്റ്റൈഡ്സിൻ്റെ സ്ട്രക്ചർ. പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് കമ്പൈൻ, CONH ലിങ്കേജ്, പെപ്റ്റൈഡ് ലിങ്ക് ഫോർമേഷൻ, അതാണ് അതിൻ്റെ പെപ്റ്റൈഡ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ കാർബോബെൻസോക്സി, ഷീഹൻ ആൻഡ് സോളിഡ് ഫേസ് സിന്തസിസ്, 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെപ്റ്റൈഡ് സിന്തസിസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നെയിം റിയാക്ഷൻസിൽ. നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ അതിപ്പം ഇപ്പം മെയിൻകാർക്ക് മാത്രമല്ല സബ്സിഡിയറി സ്റ്റുഡൻസിന് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പ്രോട്ടീൻ്റെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സ്ട്രക്ചർ. ഫസ്റ്റ് ലീനിയർ ചെയിൻ ഫോർമേഷന്, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി സ്ട്രക്ചർ കോയിലിങ്, അങ്ങനെ പിന്നെ ഗ്ലോബുലർ, ഈ സ്ട്രക്ചറൊക്കെ വരുന്നതിന് അതാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി സ്ട്രക്ചർ. നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ക്വസ്റ്റിന് വേണമെങ്കിൽ ചോദിക്കും. പിന്നെ നമുക്ക് ഡീനേച്ചറേഷൻ ആൻഡ് കളർ, അതായത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ടെസ്റ്റുകളാണ്. പ്രോട്ടീൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യും, പ്രത്യേകിച്ച് സാന്തോപ്രോട്ടീൻ ടെസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ. അതിപ്പോൾ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോട്ടീന് യെല്ലോ കളർ വരുന്നു. അങ്ങനെയുള്ള ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ് കിടത്തുന്നു. അതാണ് ഡീനേച്ചർ. പ്രോട്ടീൻ്റെ നേച്ചർ തന്നെ മാറുകയാണ്, ഡീനേച്ചറേഷൻ. അതുപോലെ തന്നെ കളർ റിയാക്ഷൻസ്. അപ്പോൾ പ്രോട്ടീൻ ടെസ്റ്റായിട്ട് അത് പഠിക്കാം. നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സിൽ ഇമ്പോർട്ടൻ്റ് DNA, RNA, അതിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ സ്ട്രക്ചർ,
പിന്നെ അതിനകത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ്, DNA RNA എന്ന് പറയുന്നത് എന്താണെന്നറിയാമല്ലോ നമുക്ക്, ആ ജീൻ, ആ ജനറ്റിക് കോഡ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആൻഡ് ജനറ്റിക് കോഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റെപ്ലിക്കേഷൻ ഓഫ് DNA-യുടെ റെപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കാം. ദെൻ നാച്ചുറൽ പ്രോഡക്ട്സ്, അടുത്ത ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്ട്സ്. അതിൽ ടെർപ്പീൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിനകത്തൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐസോപ്രീൻ റൂളാണ്. നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഒക്കെ പഠിച്ചു. അതുപോലെ ഈ ഇവിടെ നാച്ചുറൽ പ്രോഡക്ട്സ് ടെർപ്പീൻസിനകത്ത് എസെൻഷ്യൽ ഓയിൽസാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഐസോപ്രീൻ റൂൾ നോക്കാൻ സ്ട്രക്ചർ, ദറ്റ് ഇസ് നോ സ്ട്രക്ചറൽ എലൂസിഡേഷൻ, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ട്രക്ചർ എലൂസിഡേഷൻ പഠിക്കണമെന്ന് പറഞ്ഞത് ക്വിനോളിൻ്റെയാണ്. സ്ട്രക്ചറൽ സ്റ്റെപ്സ്, അങ്ങനെ ഒരു സ്റ്റെപ്സ് വേണ്ട, ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ മാത്രം നോക്കി, സ്ട്രക്ചറൽ എലൂസിഡേഷൻ വേണ്ട. അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ബോണ്ടിങ്, ഇതൊക്കെ മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന കാറ്റഗറി സിട്രാൽ, സിട്രാൽ അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ആൽഡിഹൈഡാണ്. ജെറാനിയോൾ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കഹോളാണ്. പിന്നെ ലിമണീൻ, അത് ഒരു ഹൈഡ്രോകാർബണാണ്, റിംഗ് കോമ്പൗണ്ടാണ്. ലെമണീൻ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കീനായിരിക്കും, ഈൻ വരുന്നുണ്ട്. ദെൻ മെന്തോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ്. ഈ മെന്തോളൊക്കെ എന്ന് പറയുന്ന ഡ്രഗ്സിനകത്തൊക്കെ നമ്മൾ ഈ ഓയിൻമെൻറ്റ്സും ഒക്കെ എടുക്കുമ്പോൾ അതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അങ്ങനെ ഒരു മെഡിസിനൽ യൂസ് ഉള്ള കോമ്പൗണ്ട്സാണ്. അപ്പോൾ അതെല്ലാം നോക്കി വയ്ക്കുക. ദെൻ സ്ട്രക്ചർ ഓഫ് നാച്ചുറൽ റബ്ബർ എന്താണ്, അതിനകത്താണ് ശരിക്കും ഐസോപ്രീൻ യൂണിറ്റ്സ് വരുന്നത് നാച്ചുറൽ റബ്ബറിൽ. 1,3-ബ്യൂട്ടാഡൈൻ യൂണിറ്റ്സ് അല്ലേ നാച്ചുറൽ റബ്ബർ. ദെൻ വൾക്കനൈസേഷൻ, ക്രോസ് ലിങ്കിങ് ഓഫ് റബ്ബർ, വൾക്കനൈസേഷൻ, അതും ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റിന് വരുന്നതാണ്. ഇതിൻ്റെ എല്ലാ സ്ട്രക്ചർ 2 മാർക്സിനകത്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഐസോപ്രീൻ റൂളും വൾക്കനൈസേഷനും ഷോർട്ട് ക്വസ്റ്റിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആൽക്കലോയിഡ്സ്, അതിൻ്റെ എക്സ്ട്രാക്ഷൻ അത് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പം ഈ പ്ലാന്റിൽ നിന്ന് നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചാണ്. ആൽക്കലോയിഡ് എന്ന പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ നിന്നാണല്ലോ വരുന്നത്. അതിൽ നിന്ന് ഓരോരോ കമ്പണൻറ്റ്, ഇവിടെ എക്സാമ്പിൾ നിക്കോട്ടിൻ, അതുപോലെ ക്വിനൈൻ, മോർഫിൻ, കൊഡെയിൻ, ഈ സംഗതികൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കലോയിഡ്സിൻ്റെ എക്സ്ട്രാക്ഷൻ, ഇൻഡിവിജ്വൽ സെപ്പറേഷൻ, അതും നോട്ട് ചെയ്ത് വയ്ക്കാം. ദെൻ സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ് പിപ്പറീൻ ആൻഡ് കൊനൈൻ, ഇവിടെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞ ഐസോക്വിനോളിൻ്റെ പോലെ ഇതിൻ്റെ സ്ട്രക്ചറും നമുക്ക് നോക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2-3 എണ്ണേ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കാം. പിന്നെ വൈറ്റമിൻസ് ആണ്. ഇത് നിങ്ങൾ ജനറലായിട്ട് ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. വൈറ്റമിൻ ക്ലാസിഫിക്കേഷൻ, അതായത് ഏതെല്ലാം വൈറ്റമിൻ, നമ്മളിപ്പം വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അഡക്, വൈറ്റമിൻ ADEK, അതുപോലെ അങ്ങനെ കോഡ് ചെയ്ത് നമുക്ക് വെച്ചിട്ടുണ്ട്. അത് ഫാറ്റ് സോലുബിൾ ഏതാ, വാട്ടർ സോലുബിൾ ഏതാണെന്നുള്ളത് അല്ലേ. ദെൻ ഫങ്ഷൻസ്, ഇതിൻ്റെ ഫങ്ഷൻ, ഏതൊക്കെ വൈറ്റമിൻ എന്തിനൊക്കെയാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാകുന്നത്. സോ ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് എല്ലാ വൈറ്റമിൻസിൻ്റെയും ഫങ്ഷൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും അറിഞ്ഞിരിക്കണം. പിന്നെ സ്ട്രക്ചർ ഓഫ് വൈറ്റമിൻ A, B1 ആൻഡ് C, എയുടെയും B1ൻ്റെയും സിയുടെയും മാത്രമേ. അപ്പോൾ ഇതിൻ്റെ അതിലെ സ്ട്രക്ചർ, അതായത് ബേസിക്കലി അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ ഡിസീസാണ് ഉണ്ടാകുന്നത്. പിന്നെ വൈറ്റമിൻ എയുടെയും B1ൻ്റെയും സിയുടെയും മാത്രം സ്ട്രക്ചർ മതി. അതെന്ന് പറയുന്നത് അതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ മോളിക്കുലർ ഫോമുലയും സ്ട്രക്ചറും ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ അതിൻ്റെ ബോണ്ടിങ്ങും ഒക്കെ നോക്കി. അത് സ്ട്രക്ചർ എലൂസിഡേഷൻ ആവശ്യമില്ല, അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ലിപ്പിഡ്സ്, അത് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, അതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസ്. പിന്നെ കോമൺ ഫാറ്റി, അപ്പം പാമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒളിയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. പിന്നെ ഓയിൽസ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആണ്, ഫാറ്റ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തുള്ള ക്ലാസിഫിക്കേഷൻ നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന സംഗതികളാണ്. പിന്നെ ഓയിൽസ്, അപ്പം ഈ അൺസാച്ചുറേറ്റഡ് ഓയിൽസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഹൈഡ്രോജനേറ്റ് ചെയ്താണ് സാച്ചുറേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഹൈഡ്രോജനേഷൻ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി റാൻസിഡിറ്റി,
ദെൻ സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അതായത് സോപ്പ് ഫോമേഷൻ, ഓയിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അത് സോഡിയം സോൾട്ടായിട്ട് മാറും. ആ പ്രോസസ്സാണ് സാപ്പോണിഫിക്കേഷൻ. അതിന് സാപ്പോണിഫിക്കേഷൻ വാല്യൂ കാണണം. ദെൻ അയഡിൻ വാല്യൂ, ആസിഡ് വാല്യൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കാം. അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ദെൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്, പിന്നെ പോളിമേഴ്സും. അതൊരു മോഡ്യൂളായിട്ട് അങ്ങ് പറയുകയാണ്. അതിനകത്ത് നിന്ന് ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്. സോപ്സ്, ഡിറ്റർജൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പ് എന്താണെന്ന്, സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. പിന്നെ സിന്തറ്റിക് ഡിറ്റർജൻറ്റ്സ് എന്താണ്, പിന്നെ അതിൻ്റെ ക്ലീനിങ് ആക്ഷൻ, മിസലി ഫോമേഷൻ, പിന്നെ ഡിറ്റർജൻറ്റ്സ്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പോളിമേഴ്സ്, അത് നിങ്ങൾക്ക് മോണോമർ, പോളിമർ, പിന്നെ പോളിമറൈസേഷൻ, പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ, പിന്നെ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ, പോളി ഡിസ്പേഴ്സിറ്റി, നമ്പർ ആൻഡ് വെയ്റ്റ് ആവറേജ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ആൻഡ് വെയ്റ്റ് ആവറേജ് മോളിക്കുലർ പോളിമേഴ്സിൻ്റെ, നമുക്ക് ആ പോളിമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡാണ് നമ്പർ ആൻഡ് വെയ്റ്റ് ആവറേജ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, ഹോമോ പോളിമേഴ്സ്, കോപോളിമേഴ്സ്. ദെൻ അഡിഷൻ, കണ്ടൻസേഷൻ. ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അഡിഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എനിക്ക് തോന്നുന്നു ബേക്ക്ലൈറ്റിൻ്റെയൊക്കെ കേസിൽ നമ്മൾ കണ്ടൻസേഷൻ, ഫിനോൾ ഫോമാൽഡിഹൈഡ് കണ്ടൻസേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അഡിഷൻ പോളിമറൈസേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെ പോളിമറൈസേഷൻ. പിന്നെ തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്, അതായത് ഹീറ്റ് ട്രീറ്റ് ചെയ്യാവുന്നതും ഒരിക്കൽ മാത്രം ഹീറ്റ് ട്രീറ്റ് ചെയ്യാവുന്നതും, എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഹീറ്റ് ട്രീറ്റ് ചെയ്യാവുന്നതും. ദെൻ മെക്കാനിസം ഓഫ് അഡിഷൻ പോളിമറൈസേഷൻ, അതിൽ കാറ്റയോണിക്, ആനയോണിക് ആൻഡ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം, അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ കോർഡിനേഷൻ പോളിമറൈസേഷൻ, സീഗ്ലാർ-നാട്ട കാറ്റലിസ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വെറുതെ എന്താണ് സീഗ്ലാർ-നാട്ട കാറ്റലിസ്റ്റ് എന്ന് പേര് ചോദിക്കും, എക്സാമ്പിളും ചോദിക്കും. ദെൻ ടാക്റ്റിസിറ്റി ഇൻ പോളിപ്രൊപ്പിലീൻ. ദെൻ പോളിമറൈസേഷൻ ടെക്നിക്സ്, ഇത് ഒരു ജനറൽ ഐഡിയ ആണ്. അത് വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ ബൾക്ക് പോളിമറൈസേഷൻ ടെക്നിക്സ്, ബൾക്ക്, സൊല്യൂഷൻ ആൻഡ് ഇമൾഷൻ പോളിമറൈസേഷൻ, അത് അതിൻ്റെ ഓരോ കണ്ടീഷൻസാണ്. എങ്ങനെയാണ് അതിനെ പോളിമറൈസ് ചെയ്യുന്നത്, മിക്സിംഗ് ആണോ, സൊല്യൂഷൻ ഫോമിലാണോ, ഇമൾസിഫൈ ചെയ്തിട്ടാണോ, അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ജനറൽ ഐഡിയ, ഒരു എലിമെൻ്ററി ഐഡിയ എന്ന് വായിച്ച് വയ്ക്കുക. ദെൻ അഡിഷൻ പോളിമറൈസേഷൻ, അതിൽ പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്, അത് നമുക്ക് എടുത്ത് പറയണം. അഡിഷൻ പോളിമേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് എടുത്ത് പറയും. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുള്ളൂ. അഡിഷൻ, കണ്ടൻസേഷൻ, പോളിമറൈസേഷൻ നമ്മൾ പഠിച്ചു. അതിലിപ്പം സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ അഡിഷൻ പോളിമേഴ്സ് ആണ് എന്ന് പറയാൻ പോവാണ്. പോളിയെത്തിലീൻ പഠിക്കണം. PVC, പോളിവിനൈൽ ക്ലോറൈഡ്. പോളിയെത്തിലീൻ വെച്ച് എത്തിലീനാണ് അവിടുത്തെ മോണോമർ, അത് കണ്ടൻസ് ചെയ്യുന്നു. ദെൻ പോളിവിനൈൽ ക്ലോറൈഡ്, അപ്പോൾ വിനൈൽ ക്ലോറൈഡ് പോളിമറൈസ് ചെയ്യും. ദെൻ ടെഫ്ലോൺ, അതായത് ഫ്ലൂറോ കാർബൺസ്, ടെഫ്ലോൺസ്. ദെൻ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, അതാണ് ഫിനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ, ബേക്ക്ലൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ദെൻ ഇപ്പോക്സി റെസിൻ, പിന്നെ നൈലോൺ 66. അതുകൂടാതെ പോളി എത്തിലീൻ ടെറിതാലൈറ്റ്, നമ്മുടെ ടെർലിൻ എന്നൊക്കെ പറയുന്ന ടെറിതാലൈറ്റ്. ഓക്കെ, അപ്പം അത് പേരെടുത്ത് പറയുന്നതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇത് എഴുതി അങ്ങ് പഠിച്ചാൽ മതി. അപ്പം പെട്ടെന്ന് ഓർക്കുക. ഇതിൻ്റെ ഇപ്പോൾ ഇതെങ്ങനെ ചാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ മോണോമർ ഏതാണ്, പോളിമർ ഏതാണ്, പിന്നെ അതിൻ്റെ എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനാണോ അഡിഷൻ പോളിമർ. അപ്പോൾ അഡിഷൻ പോളിമേഴ്സിനെ ഒരു കാറ്റഗറി ആക്കുക, കണ്ടൻസേഷൻ പോളിമേഴ്സിനെ ഒരു കാറ്റഗറി ആക്കുക, അതിൻ്റെ മോണോമറും പോളിമറും, പിന്നെ അതിൻ്റെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഇത്രയും നോട്ട്. പിന്നെ അത് ഏതെങ്കിലും സ്പെഷ്യൽ നെയിം റിയാക്ഷൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അതും കൂടെ ഒരു ചാർട്ടാക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി അതിൻ്റെയൊക്കെ ഇങ്ങനെ കോഡ് ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ ചാർട്ട് തയ്യാറാക്കി വയ്ക്കാനും സമയം എടുത്താൽ ഈ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ഓർത്ത് വയ്ക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, റെഡിയാണ്. അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക്, എന്നാലേ നിങ്ങൾക്കത് നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് സിന്തറ്റിക് റബ്ബേഴ്സ്. സിന്തറ്റിക് റബ്ബർ SBR ആൻഡ് നൈട്രൈൽ റബ്ബേഴ്സ്. ഇതിന് എന്ത് കൂടുതലൊന്നും പറയാനില്ല, അതെല്ലാം അങ്ങനെ തന്നെ പഠിക്കാം. ദെൻ അഡിറ്റീവ്സ് ടു പോളിമേഴ്സ്. ഇപ്പോൾ ഈ പോളിമറിൻ്റെ സ്ട്രെങ്ത്ത്
അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില അഡിറ്റീവ്സ് ഉണ്ട്. അത് പ്ലാസ്റ്റിസൈസേഴ്സ്, സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ഫില്ലേഴ്സ്. അതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടി ഫില്ലർ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അത് ഹീറ്റ് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി വരുത്താനും ഒക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ പ്ലാസ്റ്റിസൈസേഴ്സ്, അതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി. പിന്നെ വളരെ ഇന്നത്തെ ഇറയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്സ് ക്യാരി ബാഗിൻ്റെയൊക്കെ കേസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ബയോഡീഗ്രേഡബിൾ പോളിമർ എന്ന് പറഞ്ഞ് ലേബലുള്ള പോളിമേഴ്സാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ് അതിൻ്റെ കോമ്പസിഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ബേസിക് ഐഡിയ, അതൊരു ഡെവലപ്പിംഗ് ഏരിയ ആണ്. റിസർച്ച് കൂടുതൽ റിസർച്ച് നടക്കുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഇപ്പം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തായാലും പഠിച്ചു വയ്ക്കുക, ചോദിക്കുമ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, UV വിസിബിൾ. ഇവിടെ UV വിസിബിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നില്ലേ, അതെന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് ഞാൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് വളരെ ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി 1 and 2 മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കുക. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു കുട്ടി 20 സബ്സ്ക്രൈബറെ വെച്ച് തന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അത് ഞാൻ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ എക്സാമിനേഷൻ്റെ തലേന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അന്ന് വരെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ തന്നിട്ടില്ലെങ്കിൽ ഇത് വേണോ, അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാനൊന്നുകൂടെ ആലോചിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ റെഡിയാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി തന്ന അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഓക്കെ.